നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കല്ലൂർക്കാട് പഞ്ചായത്ത് ഓഫീസിൽ അതിക്രമം, വാഹനത്തിന്റെ ചില്ല് എറിഞ്ഞു തകർത്തു. കല്ലൂർക്കാട് സ്വദേശി കളരിക്കൽ ബിജുവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. നോക്കി വളർത്തിയ വഴിയോരത്തെ തണൽമരങ്ങൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചു. സങ്കടത്തിൽ പരിസ്ഥിതി സ്നേഹിയായ മാറാടി സ്വദേശി കണ്ണൻ. റോഡ് ശുചീകരണത്തിന്റെ മറവിലാണ് ഈ പരിസ്ഥിതി വിരുദ്ധ ക്രൂരത. ഫുട്ബോൾ ലോകകപ്പ് ആവേശമുണർത്തി തൃക്കളത്തൂർ സൊസൈറ്റി പടി അർജന്റീന ഫാൻസ്. അർജന്റീനയുടെ LED ബോർഡ് സൊസൈറ്റി പടിയിൽ സ്ഥാപിച്ചു. മാമലക്കണ്ടം ചാമപ്പാറയിൽ വീടിന് നേരെ വീണ്ടും കാട്ടാന ആക്രമണം. മടത്തേടം എൽദോസിന്റെ വീടിന് നേരെയാണ് വ്യാഴാഴ്ച പുലർച്ചെ 3 ആക്രമണം നടത്തിയത്. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ മൂവാറ്റുപുഴ ഡിവിഷൻ സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന വെൽഫെയർ സമിതി കൺവീനർ KP പ്രദീപ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കല്ലൂർക്കാട് പഞ്ചായത്ത് ഓഫീസിൽ അതിക്രമം നടത്തിയ പ്രതിക്കെതിരെ കേസെടുത്ത പോലീസ്. സർക്കാർ വാഹനത്തിന്റെ ചില്ല് എറിഞ്ഞു തകർത്ത കല്ലൂർക്കാട് സ്വദേശി കളരിക്കൽ ബിജുവിനെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കല്ലൂർക്കാട് പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറി സർക്കാർ വാഹനത്തിന്റെ ചില്ലെറിഞ്ഞു തകർക്കുകയും ജീവനക്കാരെ അസഭ്യം പറയുകയും ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് കല്ലൂർക്കാട് പോലീസ്. കല്ലൂർക്കാട് പഞ്ചായത്ത് 2-ാം വാർഡിൽ കളരിക്കൽ ബിജുവിനെതിരെയാണ് പൊതുമുതൽ നശിപ്പിച്ചതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. വ്യാഴാഴ്ച രാവിലെ 7ഓടെ പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിലെ കാർപോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം പ്രതി കല്ലുകൊണ്ട് എറിഞ്ഞു തകർക്കുകയായിരുന്നു. ആക്രമണം തടയാൻ ശ്രമിച്ച വാഹനത്തിന്റെ ഡ്രൈവറെയും ഓഫീസ് ക്ലർക്കിനെയും പ്രതി അസഭ്യം പറയുകയും മാനസികമായി വിഷമിപ്പിക്കുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു. കല്ലൂർക്കാട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CV ശ്രീകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. ആക്രമണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നോക്കി വളർത്തിയ വഴിയോരത്തെ തണൽമരങ്ങൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചതിന്റെ സങ്കടത്തിൽ പരിസ്ഥിതി സ്നേഹിയായ മാറാടി സ്വദേശി കണ്ണൻ. റോഡ് ശുചീകരണത്തിന്റെ മറവിലാണ് ഈ പരിസ്ഥിതി വിരുദ്ധ ക്രൂരത അരങ്ങേറിയതെന്ന് നാട്ടുകാർ. സ്വന്തം മക്കളെ പോലെ വഴിയോരത്തെ നട്ടുവളർത്തിയ തണൽമരങ്ങൾ സാമൂഹിക വിരുദ്ധർ വീണ്ടും വെട്ടിനശിപ്പിച്ചു. പരിസ്ഥിതി സ്നേഹിയായ മാറാടി ചങ്ങാലിമറ്റം CC കണ്ണൻ MC റോഡരികിൽ KSEB സബ്സ്റ്റേഷന് സമീപം നട്ടുവളർത്തിയ പേര, ഞാവൽ, മാവ് തുടങ്ങിയ നിരവധി വൃക്ഷത്തൈകളും ചെടികളുമാണ് സാമൂഹിക വിരുദ്ധർ കഴിഞ്ഞ ദിവസം വെട്ടിമാറ്റിയത്. സാധാരണക്കാരനായ ഒരു കൂലിപ്പണിക്കാരന്റെ പരിസ്ഥിതി സ്നേഹത്തെയും കഠിനാധ്വാനത്തെയും വെല്ലുവിളിക്കുന്ന ഇത്തരം ഒരു കാര്യം ഇതാദ്യമല്ല. 3 വർഷം മുൻപും സമാനമായ രീതിയിൽ ഇതേ സ്ഥലത്തെ മരങ്ങൾ വെട്ടിനശിപ്പിച്ചിരുന്നു. അന്ന് പ്രദേശത്ത് സ്ഥാപിച്ച ഒരു സ്വകാര്യ വ്യക്തിയുടെ പരസ്യ ബോർഡിന് മറയാകുന്നു എന്ന കാരണത്താലാണ് മരങ്ങൾ വെട്ടിമാറ്റിയത്. തുടർന്ന് നാട്ടുകാർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പുലർച്ചെ എഴുന്നേറ്റ് കിലോമീറ്ററുകളോളം നടന്ന് 50-ലധികം കുടം വെള്ളം ചുമന്നുകൊണ്ടുവന്ന് ഈ മരങ്ങൾ നട്ടുനനച്ചു വളർത്തുന്നത് കണ്ണനാണെന്ന വിവരം പുറംലോകം അറിയുന്നത്. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി വഴിയോരങ്ങളിൽ തണലൊരുക്കുക എന്നത് കണ്ണന്റെ ദിനചര്യയാണ്. കണ്ണന്റെ ഈ നിസ്വാർത്ഥ സേവനത്തെ മുൻനിർത്തി PV തമ്പി മെമ്മോറിയൽ എൻഡോവ്മെന്റ് ഉൾപ്പെടെ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒട്ടേറെ അവാർഡുകളും കണ്ണനെ തേടിയെത്തിയിട്ടുണ്ട്. റോഡ് ശുചീകരണത്തിന്റെ പേരിൽ മരങ്ങൾ മുറിച്ചു മാറ്റിയവർക്കെതിരെയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെയും കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും വാർഡ് മെമ്പർ ജിഷ ജിജോ പറഞ്ഞു. ഏകദേശം കഴിഞ്ഞ 28 വർഷമായി പൊതുയിടങ്ങളിൽ വൃക്ഷത്തൈകൾ നടുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതി സ്നേഹിയായ മനുഷ്യനാണ് പ്രിയപ്പെട്ട കണ്ണൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ വൃക്ഷത്തൈകൾ നശിപ്പിക്കപ്പെട്ട നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഈ പ്രവർത്തികൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യമെങ്കിലും ഇതിനെതിരെ കർശനമായ ഒരു നിയമ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇവിടെയുള്ള പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടിട്ടുള്ളത്. റോഡ് ശുചീകരണത്തിന്റെ മറവിലാണ് ഈ പരിസ്ഥിതി വിരുദ്ധ ക്രൂരത അരങ്ങേറിയതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. ഫുട്ബോൾ ലോകകപ്പ് ആവേശമുണർത്തി തൃക്കളത്തൂർ സൊസൈറ്റി പടി അർജന്റീന ഫാൻസ്. അർജന്റീനയുടെ LED ബോർഡ് സൊസൈറ്റി പടിയിൽ സ്ഥാപിച്ചു. ഫുട്ബോൾ ലോകകപ്പിന് ആവേശമുണർത്തി തൃക്കളത്തൂർ സൊസൈറ്റി പടി അർജന്റീന ഫാൻസ് ടീം അർജന്റീനയുടെ കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചു. ഇത്തവണയും മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന ടീം ഫുട്ബോൾ വേൾഡ് കപ്പ് നേടുമെന്ന ഉറച്ച വിശ്വാസമാണ് ഫാൻസിനുള്ളത്. ടീം അർജന്റീനയുടെ LED ബോർഡ് അർജന്റീന ഫാൻസ് തൃക്കളത്തൂർ സൊസൈറ്റി പടിയിൽ സ്ഥാപിച്ചു.
കഴിഞ്ഞ തവണ അർജന്റീന ലോകകപ്പ് നേടിയപ്പോൾ വൻ ആഘോഷ പരിപാടികളാണ് തൃക്കളത്തൂർ സൊസൈറ്റി പടിയിൽ അർജന്റീന ഫാൻസ് നടത്തിയത്. അരിക്കുഴ സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂളിന്റെയും മേമ്മടങ്ങ് ഹൈസ്കൂളിന്റെയും നേതൃത്വത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ആരക്കുഴ പഞ്ചായത്ത് മെമ്പർ അനുമോൾ ജോബിഷ് ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ആവേശം കുട്ടികളിലും പൊതുജനങ്ങളിലും എത്തിക്കുവാനും കുട്ടികളിലെ ലഹരിയുടെയും മൊബൈൽ ഫോണിന്റെയും ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അരിക്കുഴ സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂളിന്റെയും മേമ്മടങ്ങ് ഹൈസ്കൂളിന്റെയും നേതൃത്വത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ആരക്കുഴ പഞ്ചായത്ത് മെമ്പർ അനുമോൾ ജോബിഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ അനീഷ് കെ ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആവോലി പഞ്ചായത്ത് മെമ്പർ ഷിൻസ് പുളിക്കായത്ത്, ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ലൗഷ സിറിയക്, അധ്യാപകരായ തോമസ് കുര്യൻ, എലിസബത്ത് ജോർജ്, PTA അംഗങ്ങളായ ജോളി വർഗീസ്, ജയൻ D എന്നിവർ പ്രസംഗിച്ചു. വിജയികൾക്കുള്ള സമ്മാനദാനം മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ജിനു ജോർജ് നിർവഹിച്ചു. കാവന റെഡ് മാക്സ് സ്പോർട്സ് ക്ലബ് പെനാൽറ്റി ഷൂട്ടൌട്ടിന് നേതൃത്വം നൽകി. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും നേതൃത്വത്തിലാണ് വൃക്ഷത്തൈകൾ നട്ടത്. മൂവാറ്റുപുഴ ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും നേതൃത്വത്തിൽ സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. വിദ്യാർത്ഥി സമൂഹത്തെയും യുവതലമുറയെയും പ്രകൃതി സംരക്ഷണവുമായി മുന്നോട്ട് നയിക്കുന്നതിനായി സംഘടിപ്പിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ മുനിസിപ്പൽ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹന മാഹിൻ വൃക്ഷത്തൈകൾ നട്ട് ഉദ്ഘാടനം നടത്തി. ചടങ്ങിൽ പ്രധാന അധ്യാപിക വിജയകുമാരി, അധ്യാപകരായ എൽദോസ്, KM ഷീജ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. മാമലക്കണ്ടം ചാമപ്പാറയിൽ വീടിനു നേരെ വീണ്ടും കാട്ടാന ആക്രമണം. മടത്തേടം എൽദോസിന്റെ വീടിനു നേരെയാണ് വ്യാഴാഴ്ച പുലർച്ചെ 3 ആക്രമണം നടത്തിയത്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ മാമലക്കണ്ടം ചാമപ്പാറയിൽ വീണ്ടും വീടിനു നേരെ കാട്ടാന ആക്രമണം. വ്യാഴാഴ്ച പുലർച്ചെ 3 കാട്ടാനക്കൂട്ടം മടയത്തടം എൽദോസിന്റെ വീടിനു നേരെ ആക്രമണം നടത്തിയത്. വീടിന്റെ ചാർത്ത്, വിറകുപുര, വാട്ടർ ടാങ്കുകൾ, കൃഷി തുടങ്ങിയവയ്ക്ക് നാശനഷ്ടം സംഭവിച്ചു. രാത്രി 3 മണിയായപ്പോഴാണ് ആന വന്ന് ചാർത്ത് അടിച്ചു കുറച്ച് വെള്ളം കളഞ്ഞു. 3 വെള്ള ടാങ്ക് 500-ന്റെ 3 ടാങ്ക് കളഞ്ഞു. വിറകുവര ഉണ്ടായിരുന്നു, അത് കളഞ്ഞു. പിന്നെ പുറശാലാരും വന്നില്ല. അങ്ങനെ മൊത്തത്തിൽ നശിപ്പിച്ച് ആനക്കാൽ പിടിച്ചു. കുറച്ച് ആദായങ്ങളൊക്കെ അടക്കമരം അതിലൊക്കെ അടിച്ചു കുറച്ച് കളഞ്ഞു. മേഖലകളിൽ സ്ഥിരമായി വന്യമൃഗശല്യമുണ്ടെന്നും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. സമാനമായ രീതിയിൽ പിണവൂർക്കുടിയിൽ ബുധനാഴ്ച പുലർച്ചെ കാട്ടാനക്കൂട്ടം വീടിന്റെ മുകളിലേക്ക് പനമരം മറിച്ചിട്ടിരുന്നു. പൊട്ടനാനിക്കൽ ബിനോയുടെ വീടിന്റെ മേൽക്കുരയിലേക്കാണ് മരം മറിച്ചിട്ടത്. കുടുംബം പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. രാമമംഗലം ഹൈസ്കൂൾ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് നടത്തി. ആദ്യത്തെ കിക്കെടുത്ത് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെവിൻ ജോർജ് പെനാൽറ്റി ഷൂട്ടൌട്ട് ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ കളിയാരവങ്ങൾ മുഴങ്ങുന്ന വേളയിൽ രാമമംഗലം ഹൈസ്കൂൾ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് നടത്തി. പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെവിൻ ജോർജ് ആദ്യത്തെ കിക്കെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ് ബോർഡ് പ്രസിഡന്റ് P. ശ്രീറാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ്മിസ്ട്രസ് സിന്ധു പീറ്റർ, സ്റ്റാഫ് സെക്രട്ടറി ഹരീഷ് R. നമ്പൂതിരിപ്പാട്, കായിക അധ്യാപകൻ ഷൈജി K. ജേക്കബ്, അധ്യാപകരായ അനൂപ് ജോൺ, കണ്ണൻ M, നയന ഏലിയാസ്, ബിൻസി പോൾ എന്നിവർ പ്രസംഗിച്ചു. വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞ ടീമുകളിലായി കുട്ടികൾ നടത്തിയ മത്സരത്തിൽ ബ്രസീലിന് 1-ാം സ്ഥാനവും പോർച്ചുഗലിന് 2-ാം സ്ഥാനവും അർജന്റീനയ്ക്ക് 3-ാം സ്ഥാനവും ലഭിച്ചു. വിജയികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മെഡലുകൾ സമ്മാനിച്ചു. തുടർന്ന് സൈക്കിൾ റാലി, സ്പോർട്സ് ക്വിസ് എന്നിവയും നടത്തി. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. KSAB പെൻഷനേഴ്സ് കൂട്ടായ്മ മൂവാറ്റുപുഴ ഡിവിഷൻ സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന വെൽഫെയർ സമിതി കൺവീനർ KP പ്രദീപ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KSAB പെൻഷനേഴ്സ് കൂട്ടായ്മ മൂവാറ്റുപുഴ ഡിവിഷൻ സമ്മേളനം സംഘടിപ്പിച്ചു.
KSEBയുടെ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണം പവർ മാനേജ്മെന്റിന്റെ അപര്യാപ്തത മൂലമുള്ള ഭീമമായ വൈദ്യുതി വാങ്ങൽ ചെലവാണെന്നും അതിൽ നിയമാനുസൃത ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും പെൻഷനേഴ്സ് കൂട്ടായ്മ ആവശ്യപ്പെട്ടു. മേള ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന വെൽഫെയർ സമിതി കൺവീനർ KP പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ എല്ലാ മാസവും പെൻഷൻ കരുതുന്നത് KSEBയുടെ റവന്യൂ എടുത്തു തന്നെയാണ്. അത് മാസ്റ്റർ ട്രസ്റ്റിലേക്ക് കൈമാറി മാസ്റ്റർ ട്രസ്റ്റിൽ നിന്നാണ് വരുന്നത് എന്ന രീതിയിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആഴത്തിലല്ല വിഭാവനം ചെയ്തിരുന്നത് പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിലേക്ക് KSEBയും ഗവൺമെന്റും പെൻഷൻ ബാധ്യതയ്ക്ക് ആനുപാതികമായ തുക നിക്ഷേപിക്കണമെന്നും അതിൻ്റെ പലിശയിനത്തിലുള്ള തുകയിൽ നിന്ന് പെൻഷൻ നൽകണമെന്നുമായിരുന്നു. എന്നാൽ അതിനായി വകയിരുത്തുന്ന തുകയെല്ലാം തന്നെ KSEB വകമാറ്റി ചെലവഴിക്കുകയും എല്ലാ വർഷവും റെഗുലേറ്ററി കമ്മീഷൻ ARR-പ്പെടുത്തി നമുക്ക് താരിഫ് അനുവദിക്കുന്ന തുക പോലും വകമാറ്റി ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് PO ജോർജ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി VP രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ സംഘടനയുടെ പശ്ചാത്തലവും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും ഇത് വിശദീകരിക്കേണ്ട ഒരു സംഘടനാ സാഹചര്യവും സാമൂഹിക സാഹചര്യവും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കേരളത്തിൻ്റെ വൈദ്യുതി മേഖലയിലാണെങ്കിലും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഇടയിലാണെങ്കിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലാണെങ്കിലും ഭരണ തലത്തിലോ ജുഡീഷ്യറി തലത്തിലോ മാധ്യമ തലത്തിലോ ആണെങ്കിലും സംസ്ഥാനത്തിൻ്റെ സർവസ്പർശിയായ ഒരു സ്വരൂപമായി നമ്മുടെ സംഘടന മാറിയിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് VR രാജൻ, ജില്ലാ സെക്രട്ടറി ശിവദാസൻ PJ, ഗീത R നായർ, വിജയകുമാർ VR, വിജി ജോർജ്, പ്രകാശൻ AK, പത്മനാഭൻ CA എന്നിവർ പ്രസംഗിച്ചു. AK പ്രകാശ് പ്രസിഡന്റായും വിജയകുമാർ VR സെക്രട്ടറിയായും VG ജോർജ് ട്രഷററായും പുതിയ ഭാരവാഹികൾ തെരഞ്ഞെടുക്കപ്പെട്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലാടി യൂണിറ്റ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലാടി യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വീട്ടൂർ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലാട് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രസിഡന്റ് തോമസ് വർഗീസ്, വൈസ് പ്രസിഡന്റ് ഉല്ലാസ് തോപ്പിൽ, ട്രഷറർ ബാബു വർഗീസ്, മുൻ പഞ്ചായത്ത് മെമ്പർ തങ്കച്ചൻ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് E ശ്രീകല, അധ്യാപകരായ ശ്രീനിവാസൻ VR, മനു AK എന്നിവർ പ്രസംഗിച്ചു. നീണ്ടപാറ വട്ടക്കുഴിയിൽ ചാക്കോമത്തായുടെ ഭാര്യ ത്രേസ്യ നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച 2-ന് നീണ്ടപാറ സെന്റ് മേരീസ് പള്ളിയിൽ. പരേത കുത്തുകുഴി ഇല്ലത്തുകുടി കുടുംബാംഗമാണ്. മക്കൾ വിജി, ബിജു, ബിനു. മരുമക്കൾ വിൻസെന്റ് വെട്ടിക്കാട്ട് ആനക്കുഴ, റീബ അരിമറ്റത്തിൽ കൂട്ടാർ, ടൈജി മച്ചുകുഴിയിൽ പണിക്കൻകുടി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.